അമേരിക്കയ്ക്ക് പിന്നാലെ റഷ്യയും കളത്തിലിറങ്ങും എന്ന സൂചന വരുന്നതോടെ ഇറാൻ ഇസ്രായേൽ സംഘർഷം പുതിയ തലത്തിലേക്ക് കടക്കുകയാണോ? ഇറാന്റെ ഫോർദോ ആണവ കേന്ദ്രത്തിന് നേരെ വീണ്ടും ഇസ്രായേൽ ആക്രമണം നടത്തി. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി മോസ്കോയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി. അമേരിക്ക കൂടി ആക്രമണം കടുപ്പിച്ചാൽ ഇറാൻ ചാമ്പലാകുമോ എന്ന ആശങ്കയാണ് ഐക്യരാഷ്ട്രസഭയ്ക്കുള്ളത്. ലോകരാജ്യങ്ങൾ ഇരുപക്ഷത്ത് നിന്ന് പുതിയ യുദ്ധത്തിലേക്ക് പോവുകയാണോ? ആദ്യം കാണാം RDX റാപ്പ് 59 സെക്കൻഡിൽ. US ഇറാനിൽ നടത്തിയ വ്യോമാക്രമണത്തിന് ശേഷവും ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായി തുടരുകയാണ്. ഫോർദോയിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം നടത്തിയതായി ഇറാൻ സ്ഥിരീകരിച്ചു. ടെഹ്റാനിലെ IRGC ആസ്ഥാനത്തുണ്ടായ ആക്രമണത്തിൽ നിരവധി റവല്യൂഷണറി ഗാർഡ് സൈനികർ കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അവകാശപ്പെട്ടു. ടെഹ്റാനിലെ ഷാഹിദ് ബഹിഷ്ടി സർവകലാശാലയിലെ ആക്രമണം വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ലക്ഷ്യമിട്ടെന്ന് ഇറാൻ ആരോപിച്ചു. ഇറാനിലെ എവിൻ ജയിലിന് നേരെയും ആക്രമണമുണ്ടായി. ഇറാനിലെ 6 വ്യോമത്താവളങ്ങളിൽ ആക്രമണം നടത്തിയതായും 15 യുദ്ധവിമാനങ്ങൾ തകർത്തതായും ഇസ്രായേൽ പ്രതിരോധ സേന. റൺവേകൾ, ഭൂഗർഭ ഹാങ്കറുകൾ, ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ തുടങ്ങിയവയാണ് പ്രധാനമായും ലക്ഷ്യമിട്ടത്. ആക്രമണങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇതിനിടെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി മോസ്കോയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി. യാതൊരു പ്രകോപനവുമില്ലാതെ ഇറാനെതിരായുള്ള ആക്രമണങ്ങൾ നീതീകരിക്കാനാവില്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾക്കിടയിൽ റഷ്യ ഇറാനെ പിന്തുണയ്ക്കുന്നുവെന്നും പുടിൻ പറഞ്ഞു. RDX റാപ്പ് ന്യൂസ് മലയാളം. തീരാത്ത ചോരക്കളിയെക്കുറിച്ചുള്ള മറ്റ് വിവരങ്ങൾ നമുക്ക് ഡാറ്റാ ഷീറ്റിൽ പരിശോധിക്കാം. ഇറാനിൽ യുദ്ധവിമാനങ്ങളും റൺവേകളും ലക്ഷ്യമിട്ട് ഇസ്രായേലി ആക്രമണം നടത്തി എന്നാണ് നമ്മൾ അറിയുന്നത്. F-14, F-5, AH-1 അടക്കമുള്ള യുദ്ധവിമാനങ്ങൾ തകർത്തെന്നാണ് IDF അറിയിച്ചിട്ടുള്ളത്. ടെഹ്റാനിലെ എവിൻ ജയിലിന് നേരെ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായി എന്ന് നമ്മൾ അറിയുന്നു. ഫോർദോ ആണവ നിലയത്തിന് നേരെ ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തിയിട്ടുണ്ട്. പടിഞ്ഞാറൻ ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണമുണ്ടായി എന്ന് നമ്മൾ അറിയുന്നുണ്ട്. ഇസ്രായേലിലെ ഹൈഫയിൽ ഇറാന്റെ ആക്രമണത്തിൽ 17 പേർക്ക് പരിക്കേറ്റു എന്നാണ് കേൾക്കുന്നത്. ടെല്ലവീവിൽ ഇറാന്റെ ശക്തമായ മിസൈൽ ആക്രമണം ഇപ്പോഴും തുടരുന്നു. വടക്കൻ മധ്യ ഇസ്രായേലിലും ഇറാന്റെ മിസൈലുകൾ പതിച്ചതായിട്ട് വിവരങ്ങളുണ്ട്. അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ ഇറാനിലെ ഭരണമാറ്റം ചർച്ചയാവുന്നു എന്ന സാഹചര്യം കൂടെയുണ്ട് ലോകവേദിയിൽ. ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാകുന്നതിൽ തനിക്ക് അനുകൂല നിലപാടാണെന്ന് ട്രംപ് നേരത്തെ കൂട്ടി തന്നെ പറഞ്ഞു കഴിഞ്ഞു. US നടപടി ഭരണമാറ്റം ലക്ഷ്യമിട്ടല്ല എന്നായിരുന്നു വൈറ്റ് ഹൗസിൻ്റെ പ്രതികരണം. ഇറാനിലെ ഭരണമാറ്റമാണ് ലക്ഷ്യമെന്ന് നേരത്തെ നെതന്യാഹുവും സൂചിപ്പിച്ചിരുന്നു. ആ കാര്യം നമുക്ക് ഓർമ്മയുണ്ട്. ഹോർമുസ് കടലിടുക്ക് അടച്ചിടുന്നതിൽ ഇറാൻ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നതാണ് ഈ ഘട്ടത്തിലുള്ള വിവരം. യുദ്ധം അവസാനിപ്പിക്കുന്നത് തങ്ങളായിരിക്കുമെന്ന് ട്രംപിന് ഇറാന്റെ മുന്നറിയിപ്പുണ്ട്. ഇറാൻ പിൻവാങ്ങിയിട്ടില്ല. ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്തി വ്ളാഡിമിർ പുടിൻ ഇറാനെ സംരക്ഷിക്കുമെന്ന പ്രഖ്യാപനമാണ് റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇറാനെതിരായ ആക്രമണങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് പുടിൻ പരസ്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയുമാണ് പുതിയ വിവരങ്ങൾ. ഹർഷൻ, നമ്മൾ ശനി ഞായറും ഒക്കെ ആയിട്ട് നമ്മൾ RDX ഇക്കാര്യം ചർച്ച ചെയ്തിട്ടില്ല. പിന്നീട് നമ്മുടെ തെരഞ്ഞെടുപ്പായതുകൊണ്ട് നമ്മൾ ആവശ്യത്തേക്ക് അങ്ങനെ പോയിട്ടുമില്ല. പക്ഷേ അവിടെ നമ്മൾ ചർച്ച ചെയ്യാത്ത ദിവസമാണ് അമേരിക്ക അതിശക്തമായിട്ടുള്ള ആക്രമണം നടത്തിയത്. അപ്പോൾ കാര്യങ്ങൾ വീണ്ടും വഷളാവുകയാണ് എന്നൊരു തോന്നലുണ്ട്. പുടിൻ നേരത്തെ മുതൽ തന്നെ ഇറാനോട് ആഭിമുഖ്യം പുലർത്തിയിരുന്ന പുടിനും റഷ്യയും ഇതിനകത്ത് പങ്കാളികളാകുമോ എന്ന സംശയമുണ്ട്. വലിയ ഒരു ചോരക്കളിയിലേക്ക് ലോകം നീങ്ങുമോ എന്ന ആശങ്കയാണുള്ളത്, അല്ലേ? അങ്ങനെ ഇത് ആത്യന്തികമായി ഇതിന് സമാന്തരമായി കച്ചവടം കൂടി നിലനിൽക്കുന്നത് കൊണ്ട് എങ്ങനെയൊക്കെ ആകും അത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും റഷ്യ ഇറാന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ തന്നെ റഷ്യയിൽ നിന്നുള്ള എണ്ണ വിൽപ്പന വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള വേറൊരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ഈ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കാൻ പോകുന്നു എന്നുള്ള തീരുമാനം ഇറാൻ പാർലമെൻറ്റ് അതിന് അംഗീകാരം കൊടുക്കുന്നു. ആ നിലയ്ക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ സ്വാഭാവികമായും ഇപ്പോൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്കും ആലോചനയിലേക്കും ഒക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ആ യുദ്ധം അവിടെ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് ഇപ്പോൾ ആലോചിക്കുന്നത് ഖത്തർ അടക്കമുള്ള ആ മിഡിൽ ഈസ്റ്റിലെ കുറേ രാജ്യങ്ങൾ, എണ്ണ ഉൽപ്പാദക രാജ്യങ്ങൾ, മറ്റ് സൗദി അടക്കമുള്ള രാജ്യങ്ങൾ ഈ യുദ്ധം നീണ്ടു നിൽക്കരുത്, ഈ സംഘർഷം നീണ്ടു നിൽക്കരുത് എന്ന് തന്നെ ഇപ്പോൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടാവണം. കാരണം അമേരിക്ക കൂടി ഇടപെട്ട സാഹചര്യത്തിൽ, കാരണം അമേരിക്ക ഇടപെടാനുണ്ടായ സാഹചര്യം എന്നുള്ളത് ശക്തമായ തിരിച്ചടിയാണ് ഇറാൻ ഇസ്രായേലിന് കൊടുത്തത്. അവിടെ ഇപ്പോൾ ഉണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്കല്ല, അത്രയുമെങ്കിലും നാശനഷ്ടം ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതുകൊണ്ടാണ്. അവരുടെ മിസൈൽ പ്രതിരോധ സംവിധാനമൊക്കെ ലോകോത്തരമാണ് എന്ന് അവരവകാശപ്പെടുമ്പോഴും വലിയ നാശനഷ്ടം വിതയ്ക്കാനായിട്ട് അവിടെ ഇറാന് കഴിഞ്ഞു എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ അങ്ങനെ ഒരു തിരിച്ചടി അവിടെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും സഹായിക്കാൻ അമേരിക്ക എത്തുന്നു. അമേരിക്ക എത്തിയതിന് ശേഷം വളരെ സൂക്ഷ്മമായ ആക്രമണം ഈ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അടക്കമുണ്ടാകുന്നു. അതിൽ പക്ഷേ അപ്പോഴുമുണ്ട് 400
കിലോ യുറേനിയം അവർക്ക് സുരക്ഷിതമായി മാറ്റാൻ ഇറാന് കഴിഞ്ഞു ഈ ആക്രമണത്തിന് മുൻപ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അമേരിക്ക ഈ വിവരം കാലേകൂട്ടി അറിയിച്ചിരുന്നു ഇറാനെ എന്നുള്ള വാർത്തകൾ വരുന്നു. അതോടൊപ്പം ഈ സമാന്തരമായി ഇറാൻ്റെ പ്രഖ്യാപനം കൂടി ഉണ്ടാകുന്നുണ്ട്. യുദ്ധം തുടങ്ങാൻ നിങ്ങൾക്ക് കഴിയും, പക്ഷേ യുദ്ധം അവസാനിപ്പിക്കുന്നത് ഞങ്ങളായിരിക്കുമെന്നൊക്കെ അവർ പ്രഖ്യാപിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഈ അമേരിക്കയുടെ പിന്തുണ കൂടുതൽ ആവേശം ഇസ്രായേലിന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവർ തുടർച്ചയായി ഇറാനിൽ ആക്രമണങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. അവരിപ്പോൾ പരിശോധിക്കുന്നത്, അവർ നിരീക്ഷിക്കുന്നത്, ഞാൻ കരുതുന്നത് ഇറാനിൽ ഒരു ഭരണമാറ്റത്തിനുള്ള സാധ്യത ഉണ്ടോ, ജനം എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, അവിടെ നിന്ന് ആഭ്യന്തരമായി എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് ഗൗരവമായി ഇവർ നിരീക്ഷിക്കുന്നുണ്ട്. കാരണം രാജകുടുംബത്തിൻ്റെ പ്രതിനിധി ഇതിനിടയ്ക്ക് ഇറാൻ ഈ ഭരണമാറ്റം ഉണ്ടായാൽ സംരക്ഷിക്കുന്നതിന് വേണ്ട നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു, ഞങ്ങൾക്കൊരു പ്ലാനുണ്ട് എന്നൊക്കെ പ്രഖ്യാപിച്ച് തന്നെ അതിനും വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവരൊന്നാമത് അമേരിക്ക ആഗ്രഹിക്കുക, ഇസ്രായേൽ ആഗ്രഹിക്കുക ഒരു ഭരണമാറ്റമായിരിക്കും. അതിനപ്പുറത്ത് ഒരു സമ്പൂർണ്ണ യുദ്ധമില്ലാതെ അത്തരം ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ട ശ്രമമാണ് നടക്കുക. പക്ഷേ ഇറാൻ്റെ നേതൃത്വം വളരെ കൃത്യമായി ഇതിനെ വിശ്വാസത്തോട് ചേർത്ത് വെച്ച് കഴിഞ്ഞു. എല്ലാ അവരുടെ പ്രതികരണങ്ങളിലും ഈ വിശ്വാസത്തെ ചേർത്ത്, മതത്തെയും വിശ്വാസത്തെയും ചേർത്ത് വെച്ചുകൊണ്ട് അവർ പ്രതികരിക്കുമ്പോൾ സ്വാഭാവികമായും ആ രാജ്യത്തിൻ്റെ ഒരു അതിൻ്റെ ഒരു ഘടന നിലനിർത്താനും അതിൻ്റെ ഭരണ നേതൃത്വത്തിന് ഒറ്റക്കെട്ടായി നിൽക്കാനുമൊക്കെ ഈ ഘട്ടത്തിൽ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. അതാണ് ഇതിപ്പോൾ ഫോർദോയിലേക്ക് നേരെ അമേരിക്ക വലിയ അറ്റാക്ക് നടത്തിയാണ്. അവരുടെ കൈവശമുള്ള ഏറ്റവും വലിയ ആയുധങ്ങൾ ഉപയോഗിച്ച് അടിച്ചതാണ്. പക്ഷേ ഇന്ന് വീണ്ടും ഇസ്രായേൽ അടിച്ചായിട്ട് കാണുന്നു. എന്ന് വെച്ചാൽ ഫോർദോ ആദ്യത്തടിയിൽ തകർന്നില്ല എന്നാണ് നമ്മൾ അതിൻ്റെ ഒന്നും മനസ്സിലാക്കേണ്ടത്. എന്ന് വെച്ചാൽ ഫോർദോ വലിയ പർവ്വതത്തിന് താഴെയാണ്, അതങ്ങനെ എളുപ്പത്തിൽ പൊട്ടിക്കാൻ പറ്റുന്നതല്ല എന്നായിരുന്നല്ലോ നമ്മൾ വായിച്ചറിഞ്ഞിരുന്നത്. അപ്പോൾ അവിടേക്ക് തന്നെ അമേരിക്ക അറ്റാക്ക് നടത്തിയിട്ട് പിന്നെ വീണ്ടും ഇസ്രായേലിന് അറ്റാക്ക് നടത്തേണ്ടുന്ന സാഹചര്യമാണുള്ളത്. എന്ന് മാത്രമല്ല അവരുടെ ആണവ സംവിധാനങ്ങൾക്കൊന്നും കേടുണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്ന വിവരമാണ്. കൗതുകരമായ കാര്യം, ഈ സകല രാജ്യങ്ങളും ഇറാനോടാണ് ഇപ്പോൾ അഭ്യർത്ഥനയുമായി ഇറങ്ങിയിരിക്കുന്നത്. മേഖലയിലെ സ്ഥിതി കൂടുതൽ കുഴപ്പത്തിലാക്കരുത്, അതിനനുസരിച്ചുള്ള ഒരു തിരിച്ചടി കൊടുക്കരുത് എന്നുള്ള അഭ്യർത്ഥനയുമായി. പുടിന്റെ വരവ് രണ്ട് തരത്തിൽ കാണാം. പുടിന്റെ വരവ് സാധാരണഗതിയിൽ ഇപ്പോൾ ഉക്രൈനിലൊക്കെ കുറേ കാലം നീണ്ടു സമരം നടത്തി ക്ഷീണിച്ചിരിക്കുകയാണ് റഷ്യ. അവർ വിചാരിച്ചിരിക്കുന്ന വിജയം അവിടെ ഉണ്ടായിട്ടില്ല എന്നത് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇനിയൊരു മറ്റൊരു യുദ്ധത്തിലേക്കും ആയുധ പരിപാടിക്കൊക്കെ ഇവർ പോകുമോ എന്ന് നമുക്ക് സംശയിക്കാം. ന്യായമായിട്ടും ഉണ്ടാകില്ല എന്ന് വിചാരിക്കാം ആ ആംഗിളിൽ ചിന്തിക്കുമ്പോൾ. പക്ഷേ മറിച്ച് ഇപ്പോൾ അപ്പുറത്ത് ഗസയിൽ ഇത്രമാത്രം വലിയ കൊലപാതക പരമ്പരകൾ നടത്തിയതിന് ശേഷമാണ് ഈ ബെഞ്ചമിൻ നെതന്യാഹു അപ്പുറത്തേക്ക് ഈ യന്ത്രം തിരിച്ചു വെച്ചിട്ട് ഇറാനെ അടിച്ചത്. അതുകൊണ്ട് അവിടെ ഉണ്ടായിരിക്കുന്ന ക്ഷീണത്തിന് ഇവിടെ ഒരു അടി ഇങ്ങോട്ട് ഏർപ്പെടുത്തിയിട്ട് ഇങ്ങോട്ട് നമ്മുടെ ആയുധങ്ങൾ തിരിച്ചു വെച്ചിട്ട് ശ്രദ്ധ ഇങ്ങോട്ട് തിരിച്ചെടുക്കാം, അവിടുത്തെ പരാജയം ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ മറക്കാം എന്ന് പുടിനോ മറ്റോ വിചാരിച്ചാൽ, ഇവരെല്ലാം ഈ അധികായന്മാരാണല്ലോ, വലിയ സൂപ്പർ ഹീറോ നായകന്മാരാണ്. അപ്പോൾ അങ്ങനെ ആത്യന്തികമായി നാറ്റോയുടെ ഭീഷണി ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് പുടിൻ ആഗ്രഹിക്കുന്നത്. ഈ സമയത്ത് പോലും നാറ്റോയിൽ യുക്രൈന് പൂർണ്ണമായി ആ നിലയ്ക്ക് നാറ്റോയുടെ ആർജിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇതിനകം കൊടുത്തിരിക്കുന്ന പിന്തുണ പുടിൻ്റേത് അവിടെ ഉള്ളതുകൊണ്ട് ഖമനിയെ കൊന്നാൽ ഞങ്ങൾ അങ്ങനെ ഒരു ചർച്ച പോലും ആഗ്രഹിക്കുന്നില്ല എന്ന് പുടിൻ പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതലായിട്ടുള്ള നീക്കം അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയാൽ പുടിന് സ്വാഭാവികമായിട്ട് റഷ്യക്ക് അവർക്ക് ഇടപെടുന്ന പോലെ ഇടപെടേണ്ടതായിട്ട് വരും എന്നൊരു സാഹചര്യം കൂടെ ഉണ്ട്. ഏതായാലും നമുക്കത് പറയാൻ വയ്യ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇന്ത്യയും ഇതിനിടയ്ക്ക് ഇറാനുമായി ചർച്ച സംസാരിച്ചു. പ്രധാനമന്ത്രി തന്നെ ചർച്ച നടത്തിയിട്ടുണ്ട്, പ്രസിഡന്റുമായി ചർച്ച നടത്തി. സാഹചര്യം എല്ലാവർക്കും ആവശ്യപ്പെടാനുള്ളത് ഇറാനോടാണെന്നുള്ള കൗതുകമുണ്ട്. അല്ല, യുദ്ധത്തിലൊന്നും ആരും ജയിക്കുന്നില്ല എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് വരികയാണ്. സൈനിക ബലം കൊണ്ടും ആയുധ ബലം കൊണ്ടും സാമ്പത്തിക ബലം കൊണ്ടും ഇറാനേക്കാൾ 10 മടങ്ങ് ശേഷിയുള്ള ഇസ്രായേലിൻ്റെ നിരന്തര ആക്രമണം, അതിനു പുറമെ അമേരിക്കയുടെ ആക്രമണവും ഇറാന് മേൽ ഇടുത്തിയായി വീണു. എന്നിട്ടും ഡ്രോണുകളുടെ ഒരു വലിയ ശ്രേണി തന്നെ ഇസ്രായേലിലേക്ക് തൊടുത്തെന്നാണ് ഇറാൻ പറയുന്നത്. അവയെ ചാവുകടലിൽ എയ്തിട്ടെന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോഴും വൈദ്യുതി ഗ്രിഡുകൾക്ക് മീതെ ഇറാൻ നടത്തിയ ആക്രമണം ഇസ്രായേലി നഗരങ്ങളെ ഇരുട്ടിലാക്കിയെന്നാണ് ഒടുവിലെ വാർത്ത. റഷ്യ അടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണ നേടി തിരിച്ചടിക്ക് ഇറാൻ ഒരുങ്ങിയാൽ മേഖല കൂടുതൽ സംഘർഷഭരിതമാകുമെന്ന് ഉറപ്പാണ്. ഇനിയൊരു പക്ഷേ ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചാൽ കാര്യങ്ങൾ എവിടെ ചെന്നെത്തുമെന്ന് ആർക്കും ഒരു ഉറപ്പുമില്ല. യുദ്ധം ഉണ്ടാകരുതേ, ലോകത്ത് നിരപരാധികളായ മനുഷ്യർ മരിച്ചു വീഴരുതേ എന്നാഗ്രഹിക്കുകയല്ലാതെ ദൂരത്തിരിക്കുന്ന നമുക്ക് എന്ത് ചെയ്യാനാണാവുക? ഇടവേളയിലേക്ക്.